പേഴ്സണലായിട്ട് പറയുക, ഞാനിന്ന് വിവാഹിതനാ. എൻ്റെ ഭാര്യ സൂസി ഉണ്ടല്ലോ, ഒരു IPS ഉദ്യോഗസ്ഥയാണ്. നാട്ടുകാർ പറയുന്നു എനിക്ക് ഭർത്താവ് ഉദ്യോഗമാണെന്ന്. അത് വെറും അസൂയക്കാർ പറയുന്നതാ. എന്താടാ പട്ടി നാട്ടുകാരങ്ങനെ പറയുന്നതിൽ തെറ്റ്? നീ വലിയ ഭർത്താവ് ഉദ്യോഗമായിട്ടല്ലടാ നടക്കുന്നത്. ഇവിടെ നിനക്കെന്തെങ്കിലും ജോലിയുണ്ടോ? നീ ഇങ്ങനെ നടന്നാൽ മതിയോടോ. ഒരു തറവാടി എന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാർ പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ആദ്യത്തെ കാമുക ഉദ്യോഗം കൊണ്ട് നടന്ന താനല്ലയോ ആദ്യത്തെ? അങ്ങനെ പറഞ്ഞാൽ തൻ്റെ അസ്തിത്വമാണ് ആദ്യം ചോദ്യം ചെയ്യുക. തനിക്ക് കർത്തമ്മയുടെ കാമുക ഉദ്യോഗം കൊണ്ട് നടക്കാമെങ്കിൽ എന്തുകൊണ്ട് എന്തു പറയാനാണ്? ഇന്നത്തെ കാലമായിരുന്നെങ്കിൽ എൻ്റെ മണ്ടി പെണ്ണുങ്ങളെല്ലാം വല്ല IAS IPS കളക്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമായിരുന്നു. ആ കാലം പോയപ്പോൾ ഞാനിനി എന്തു ചെയ്യും? എന്നാലും നിങ്ങൾ ശ്രമിക്കുക. മണ്ടി പെണ്ണുങ്ങൾ ധാരാളം നിങ്ങൾക്കും ഉണ്ടാകട്ടെ. അമ്പടിക്കളേ. സ്വാമി, ഈ പറയുന്നതിലും ഒരു സത്യമുണ്ട്. ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങളോട് മത്സരിച്ച് സർക്കാർ ഉദ്യോഗം നേടുക അത് നടക്കുന്ന കാര്യമല്ല. എല്ലാ സർക്കാർ ജോബ്സിലും എല്ലാം ഇപ്പോൾ പെണ്ണുങ്ങളാണ്. ഇനി ഒരു 5 കൊല്ലം കൂടി കഴിഞ്ഞാൽ സുപ്രീം കോടതി മുതൽ എല്ലാ സർക്കാർ ഉദ്യോഗവും പെണ്ണുങ്ങളെ കുത്തകയാകും. നമ്മക്കാണുങ്ങൾക്ക് സംവരണം വയ്ക്കേണ്ട ഗതികേടുണ്ടാകുമെന്നാണ് എൻ്റെ ഒരു സംശയം. എന്നാൽ ഞാൻ വരട്ടെ സ്വാമി. ചായോ കാപ്പിയോ? എന്നെപ്പറ്റിയും പാണന്മാർ എന്തെല്ലാം പാടി നടക്കുന്നുണ്ട്. ഭർത്താവ് ഉദ്യോഗം അത് കിട്ടുമെങ്കിൽ വലിയ കാര്യം തന്നെയാണ്. ആണുങ്ങൾ ചരിത്രാതീത കാലം മുതലേ പാടി തുടങ്ങിയതല്ലേ. ഇനി അല്പം റെസ്റ്റാകാം. അത് ചരിത്ര നിയോഗമെന്ന് വിചാരിച്ചാൽ മതി. നമ്മുടെ ഉൾക്കരുത്തും മനക്കരുത്തും ശരീരക്കരുത്തും ഇനി പെണ്ണുങ്ങളുടെ ഉത്തരവ് അനുസരിക്കാൻ മാത്രമുള്ളതായിരിക്കും. അങ്ങനെ അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എൻ്റെ മുന്നിൽ വരിക. എന്നെ ഒരു മൃഗമാക്കരുത്. എനിക്ക് PSCയിൽ നിന്നൊരു അഡ്വർടൈസ്മെൻറ്റ് വന്നുവെന്നാണ് കേൾക്കുന്നത്. എങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനനുസരിച്ച് എനിക്ക് മാത്രം സുഖം ആണായി ഞാൻ മാത്രമേ കാണൂ.